ഹലോ. 3 കട്ടപ്പകളുടെ കാര്യം നമുക്ക് ബിഗ് ബോസിലത്തെ 3 കട്ടപ്പകൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ അടുത്തത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറെ സാധനം നടക്കുന്നുണ്ട്. ഇത് പുറത്തു പോകുമ്പോൾ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ബിൻസിയായിട്ട് ബിൻസിന് ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട്. ശ്രദ്ധിച്ചേക്കാം. ഇനി ശ്രദ്ധിച്ചോ. ഇനിയൊക്കെ ശ്രദ്ധിക്കാം. ഇല്ല അവിടെ ഒന്നുമില്ല. റോങ് ആവത്തേ ഉള്ളൂ. എന്തോ സംഭവം ഉണ്ട്. അതായത് 3 കട്ടപ്പകൾ വെറുതെ ഇരുന്ന് ഷാനവാസിനെ പോയി അത് അറിയിച്ച് അത് പ്രശ്നം അത്ര രൂക്ഷമാക്കിയത് ആരാണ്? ഈ 3 പേരല്ലേ. അതിൽ അനുമോൾക്ക് അത്ര വലിയ റോളില്ല. പക്ഷെ അനുമോൾ പറഞ്ഞതാണ്. അനുമോൾ ഇന്ന് എപ്പിസോഡിലൊക്കെ പറയുന്നുണ്ട്, അനുമോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ രൂക്ഷമാക്കിയതും ഏറ്റവും കൂടുതൽ ഇത് ഈ പ്രശ്നം ഇത്രയും വഷളാവാൻ കാരണം ശൈത്യയും നൂറയും ആദിലയാണ്. എന്നിട്ട് അവർ ഇട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക്. അനുമോൾ ഇട്ട് കൊടുക്കുക. ഒരു നാണോ മാനോ ഇല്ലാണ്ട് അനുമോളെ ഇട്ട് കൊടുക്കുക. ഇത്രയും ഫ്രണ്ട്ഷിപ്പാണ് കാര്യങ്ങളാണെന്ന് പറയാം. അപ്പോഴാണ് അക്ബറിൻ്റെ ഒറ്റ കാര്യത്തിലേക്ക് അക്ബറിനോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ അക്ബർ കാണിക്കുന്ന ഒരു ഇതുണ്ട്. ബാക്കി ഒറ്റ കാര്യത്തിലും കാരണം അത് ഗെയിം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അക്ബർ കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ. ബാക്കിയൊക്കെ പോട്ടെ, ബാക്കിയൊക്കെ അക്ബറിനെനിക്ക് നെറുകെട്ട മനുഷ്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർ ഈ 3 ഫ്രണ്ട്സും ഇവിടെ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് ആകെ അലങ്കോലാക്കി വൃത്തികെട്ട രീതിക്ക് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് ആർക്ക് ഗുണം ചെയ്യും? അനുമോൾക്ക് ഗുണം ചെയ്യും. അനുമോൾക്ക് ഗുണം ചെയ്യുമ്പോൾ ആർക്ക് കപ്പ് കിട്ടും? അതും അനുമോൾക്ക് കപ്പ് കിട്ടും. കാരണം ഇതുവരെ അനുമോളെ വെറുത്തവർ വരെ അനുമോളെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അനുവിനെ സപ്പോർട്ടാവും. നിങ്ങൾ ഈ 3 പേര് നിങ്ങൾക്ക് ഷോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ സഹാനുഭൂതി തോന്നി ആൾക്കാർക്ക് വോട്ട് മറിയും. ഓൾറെഡി PR ഒരു വ്യക്തിയാണ് അനുമോൾ. അതിൻ്റെ ആ PR-കൾക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. ഓൾറെഡി ഇന്നലെ ശൈത്യ പറഞ്ഞു അവൾക്ക് ലോണൊന്നുമില്ല. ആ ലോണിൻ്റെ പ്രൂഫ് വരുന്ന ഇവിടെ ഇൻ്റർനെറ്റിൽ കളിക്കുക. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് അത് നല്ല രീതിക്ക് വരുന്നത് അനുമോൾക്കാണ്. ഇത്രയും ചീപ്പ് ഗെയിം കളിച്ച അനുമോൾക്ക് നിങ്ങളായിട്ട് നിങ്ങൾ കപ്പുണ്ടാക്കി കൊടുക്കുക. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ സ്വയം എക്സ്പോസായി. 3 പേരും എക്സ്പോസ്ഡായി. ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഇന്നലെ ശൈത്യ എക്സ്പോസായി, ഇന്ന് ആദില നൂറ എക്സ്പോസ്ഡായി. അതാണ് അനുമോളുടെ ആ ഒരു മൈൻഡ് ഗെയിം. അതായത് ഒരു മൈൻഡ് ഗെയിം എന്ന് ഞാൻ പറയാം, ഒരു ചീപ്പ് ഗെയിം നിങ്ങൾ കാണണം. കാരണം മാക്സിമം ചീപ്പായിട്ട് നിന്ന് അതായത് എവിടെ എത്ര പ്രോമോയിൽ വന്നു, എത്ര കാര്യങ്ങൾ വന്നു, അതാണ് അനുമോളുടെ ആ ഒരു ഗെയിം. ആ ഗെയിമിൽ നിങ്ങൾ വളർത്തി കൊടുത്ത കപ്പ് നിങ്ങൾ കൊണ്ടേ കൊടുക്ക്. ഓക്കെ, ബൈ. വേറെ ഒന്നും പറയാലോ. ചീപ്പായിട്ടുണ്ട്, ചീപ്പ്.